കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. ചേമഞ്ചേരി, അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗമാണ് പുഴയിലേക്ക് തകർന്നു വീണത്. 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന പാലത്തിന്റെ മധ്യഭാഗത്തെ ബീമാണ് പുഴയിലേക്ക് പതിച്ചത്. പാലത്തിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവം. അപകടം നടക്കുമ്പോൾ നിരവധി തൊഴിലാളികൾ സമീപത്ത് ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്ത പല ഭാഗങ്ങളിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്നും നിർമ്മാണത്തിന് ഉപയോഗിച്ച കമ്പികൾക്ക് ഗുണനിലവാരമില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. തകർന്നു വീണതിന്റെ കാരണം അന്വേഷിച്ച് കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വെൽഡിംഗ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഏതാണ്ട് നടുഭാഗത്തായിട്ട് കോൺക്രീറ്റ് സ്ലാബ് വാർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ലാബ് നേരെ താഴെ പോവുകയാണ്. ആ വർക്ക് നടക്കുന്ന സമയത്ത് പോലും സ്വന്തം തൊഴിലാളികൾക്ക് പോലും സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാതെയാണ് ഈ വർക്ക് മുന്നോട്ട് പോകുന്നത്. അകാലപ്പുഴയ്ക്ക് കുറുകെ ചെമ്മഞ്ചേരി, അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് 2023 ഓഗസ്റ്റ് 3-നായിരുന്നു. PWD കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. തോരായിക്കടവ് പാലം തകർന്നതിൽ പൊതുമരാമത്ത് മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ഉടനെ എന്തൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ, എവിടെയാണ് അതിന് പോരായ്മ വന്നിട്ടുള്ളത്, ഉത്തരവാദിത്തപ്പെട്ടവർ ആ പോരായ്മക്ക് കാരണം ആവുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ, മാനുവലിൽ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, സംസ്ഥാന സർക്കാർ ഇത്തരം നിർമ്മാണ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ കർശനമായി പറഞ്ഞിട്ടുണ്ട്, അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ, തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും ഒരു കോംപ്രമൈസും ഇല്ല, ശക്തമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. അതേസമയം ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. സുരക്ഷാ ഹെൽമറ്റ് പോലും തൊഴിലാളികൾ ധരിച്ചിട്ടില്ലായിരുന്നു. അപകടം നടന്നിട്ടും തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തികൾ തുടർന്നെന്നും നാട്ടുകാർ ആരോപിച്ചു. ആ പണി നടക്കുന്ന നേരം അതിനനുസരിച്ചുള്ള സുരക്ഷ ഇല്ലാതെയാണ് പണി നടത്തുന്നത്. വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാതാണ് ഇന്ന് കോൺക്രീറ്റ് നടക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ നല്ല മഴയുള്ള സമയത്താണ് കോൺക്രീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞതിന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടവരാണ് പണി നിർത്തി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞു പോയത്. അത്തോളിയുള്ള ഒരു വന്നതിന് ശേഷമാണ് പണി നിർത്തിപ്പോയത്. മലപ്പുറം മേൽമുറി ആസ്ഥാനമായുള്ള PMR കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു കരാർ. ഇനി പാലത്തിന്റെ പ്രവർത്തികൾ നടക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മുതലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ എന്ന നിലയിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കേണ്ടതെന്ന കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം അനൽകാ സെയ്ദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.